ഹലോ നമസ്തേ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞാൻ പ്രതീക്ഷിക്കാതെ എടുക്കുന്ന ഒരു ഇൻട്രോ ആണ്. കാരണം ഞാനൊരു വോയിസ് മെസ്സേജ് കേട്ടു. എൻ്റെ ഒരു സെഷൻ അറ്റൻഡ് ചെയ്ത ഹീലിംഗ് മെഡിറ്റേഷൻ സെഷൻസ് ഞാൻ ഓൺലൈനിൽ കണ്ടക്ട് ചെയ്യുന്നതാണ്. സോ ആ സെഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് വന്നൊരു വോയിസ് മെസ്സേജ്. ആ വോയിസ് മെസ്സേജ് ആഫ്റ്റർ സെഷൻ റിവ്യൂ ആണ് കേട്ടോ. അപ്പോൾ അത് ആണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒപ്പം ആ വോയിസ് കേട്ടപ്പോൾ ഞാൻ അനുഭവിച്ച ഒരു സന്തോഷമോ എൻ്റെ കണ്ണ് പോലും നിറയിക്കുന്ന രീതിയിൽ എനിക്ക് മനസ്സിന് വളരെയധികം എൻ്റെ മനസ്സിനെ ടച്ച് ചെയ്ത രീതിയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. സോ നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അതിനാണ് നമുക്ക് ഗുണം തരിക. ഞാൻ അങ്ങനെ വളരെ ഇഷ്ടത്തോടെയാണ് ഈ ഒരു പ്രൊഫഷനിലേക്ക് എത്തിയത്. ഒരു കാലഘട്ടങ്ങളിലൊക്കെ എനിക്കൊന്ന് തുറന്ന് സംസാരിക്കാൻ ഒരാളുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ വിചാരിച്ചതാണ്, ഞാൻ മുഖേന ആർക്കെങ്കിലുമൊക്കെ ജീവിതത്തിൽ സമാധാനം കൊടുക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ അവർക്കൊക്കെ ഒന്ന് എന്നോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ആശ്വാസം കിട്ടണം, ഒരു ഗൈഡൻസ് കിട്ടണം എന്നൊക്കെ. അങ്ങനെയാണ് ഈ പ്രൊഫഷനിലേക്കൊക്കെ വന്നത്. അത് വളരെയധികം നന്നായി എന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിപ്പിക്കാനായിട്ട് ദൈവം സഹായിച്ച് ഇന്ന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രപഞ്ചം അതിനായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷം തോന്നാറുണ്ട് എനിക്ക്. അപ്പോൾ ഈ ഒരു സെഷൻ കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയേണ്ടതെന്ന് പോലും എനിക്ക് അറിയണില്ല. നമ്മൾ വളരെയധികം സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലൈഫ് പർപ്പസ് എന്ന് പറയുന്നത്. ഏറ്റവും നന്നായി സന്തോഷമായിട്ട് സമാധാനമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റണം എന്നുള്ളതാണ്. നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കും, നമ്മൾ ലൈഫിൽ എന്ത് ചെയ്തു എന്ന് തോന്നുമ്പോൾ ആ സമയത്ത് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് സന്തോഷിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഇന്ന് ഒന്നുകൂടി റിയലൈസ് ചെയ്തു. അതാണ് ഇങ്ങനെ ഒരു ഇൻട്രോ പോലും ഞാൻ എടുത്തത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതിൻ്റെ ഉത്തരം അത് നല്ലതായിരിക്കണം. കാരണം അത് മാത്രമേ നമുക്കുള്ളൂ, വേറൊന്നും നമ്മുടേതായിട്ട് സ്വന്തമായിട്ടില്ല എന്നുള്ളതാണ് സത്യത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്നോടൊപ്പം ചേർന്ന് ഓൺലൈൻ സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നതാണ്. ഒരുപാട് ഹീലിംഗ് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സംഭവിപ്പിക്കാൻ എനിക്ക് സാധിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നിലൂടെ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ സമാധാനം കൊടുക്കാൻ എനിക്ക് സാധിക്കട്ടെ. അതിന് ഈ ദൈവവും പ്രപഞ്ചവും ഒക്കെ എൻ്റെ കൂടെ നിൽക്കട്ടെ, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ആ ആളുടെ റിവ്യൂ എന്നുള്ളതൊന്ന് കേൾക്കാം. ഹലോ നമസ്തേ, ഞാൻ രമ്യ മാമിൻ്റെ മെഡിറ്റേഷൻ സെഷൻ ഇതിപ്പോൾ 3rd ബാച്ചാണ് അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ ഇതിനു മുന്നേയും മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ട്, ചക്ര ഹീലിംഗ് ചെയ്തിട്ടുണ്ട്, പിന്നെയും ഞാൻ മെഡിറ്റേഷൻ സെഷൻ ചെയ്തിട്ടുണ്ട്. എനിക്കതിൽ നിന്ന് ഭയങ്കര പോസിറ്റീവ് അനുഭവമാണ് ഉണ്ടായിരിക്കണേ. സോ അതുകൊണ്ടാണ് ഞാനിപ്പം എനിക്ക് തോന്നുന്നു 3rd ടൈം മാമിൻ്റെ കൂടെ തന്നെ പിന്നെയും അറ്റൻഡ് ചെയ്തത്. ഭയങ്കര സമാധാനം തരുന്ന, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജ് ആയിരുന്നു എൻ്റെ. അവിടെ നിന്ന് എന്നെ ഒരുപാട് പോസിറ്റീവായിട്ട് ചിന്തിക്കാനും ലൈക്ക് എല്ലാം നന്നായിട്ട് വരും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് എല്ലാം നല്ല രീതിയിൽ ഡീൽ ചെയ്യാനൊക്കെ ഞാൻ പഠിച്ചത് ഈ ഒരു മെഡിറ്റേഷൻ ക്ലാസ് കഴിഞ്ഞാണ്. ഫസ്റ്റത്തെ 2 ക്ലാസ് വാസ് ഭയങ്കര അതെനിക്കായിരുന്നു ഭയങ്കര പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ളതിൽ എൻ്റെ മോനും അതിലേക്ക് വന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. ഞാനൊരിക്കൽ നമ്മുടെ മെഡിറ്റേഷൻ്റെ ഇടയ്ക്കായിരുന്നു നമ്മുടെ ഫുൾ മൂൺ ഡേ വന്നത്. അപ്പോൾ ഞാൻ ഫുൾ മൂൺ മെഡിറ്റേഷൻ്റെ ലിങ്ക് മാം ഇട്ടപ്പോൾ ഞാനത് ചെയ്തപ്പോൾ വെറുതെ ഞാൻ എൻ്റെ 8 year oldനെയും കൊണ്ട് ഞാൻ വെറുതെ പിടിച്ചിരുത്തി, മോനിവിടെ ഇരിക്കുക, ജസ്റ്റ് ഇത് കേട്ട് ചെയ്താൽ മതി എന്ന് ഇങ്ങനെ ഇരുത്തി. ഞാൻ വിചാരിച്ചു അവൻ എണീറ്റ് പോകും, കുറച്ച് കഴിയുമ്പോൾ അവൻ എണീറ്റ് പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവനവിടെ കണ്ണടച്ച് ഇതൊക്കെ കേട്ടിരിക്കണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ മുതൽ അവൻ മാമിനെ കാണണമെന്ന് പറയാൻ തുടങ്ങി. എൻ്റെ ക്ലാസ്സസ് തുടങ്ങുമ്പോഴേക്കും അതിന് മുന്നേ വന്ന് ഒരു 1 minute ആണെങ്കിലും വന്ന് ഹായ് മാം സുഖമാണോ അങ്ങനെയൊക്കെ ചോദിച്ച് സംസാരിക്കാൻ തുടങ്ങി. എനിക്കത് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു മിറാക്കിളായിട്ട് ഫീൽ ചെയ്തു. കാരണം ആ പ്രായത്തിലുള്ള പിള്ളേർ അങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒരാളെ കാണാം, നാട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്യുമ്പോഴും മാക്സിമം അവരുടെ വെരി ഡിയറസ്റ്റ് വൺസിനെ മാത്രമേ വീഡിയോയിലൂടെ കാണാനും അങ്ങനെയൊക്കെ അവർ ശ്രമിക്കുള്ളൂ. ആ പിള്ളേർ അങ്ങനെ ആഴ്ചയിലുള്ള പിള്ളേർ ഇതിൽ കളിക്കാൻ പോകും, അങ്ങനെയാണല്ലോ. അപ്പം എന്നും എൻ്റെ പിന്നീടുള്ള എല്ലാ ക്ലാസ്സിലും മാമിനെ കാണണം, വന്ന് കണ്ടിട്ട് പോകും, വന്നൊരു ഹലോ പറഞ്ഞിട്ട് പോകും, എന്തോ ഒരു അറ്റാച്ച്മെൻറ്റ് വന്ന പോലെ. മാം പറഞ്ഞു മൂൺ മെഡിറ്റേഷൻ കഴിഞ്ഞാൽ ചില കുട്ടികൾ അങ്ങനെ കണക്റ്റ് ആവുന്നതാണ് എന്ന്. ആൻഡ് ഒരു ദിവസം
ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോൾ അവൻ കളിക്കാൻ പോയിക്കുമായിരുന്നു. അവൻ പറഞ്ഞു ഞാൻ ആ ഇടയിൽ വന്ന് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് കണ്ടിട്ട് പോയി എന്നൊക്കെ പറഞ്ഞു. ആൻഡ് ക്ലാസ് തീർന്നപ്പോൾ എന്നോട് ചോദിച്ചു, അമ്മ മാമിനെ മിസ് ചെയ്യില്ലേ? അപ്പം ഞാൻ പറഞ്ഞു ഇനിയും സെഷൻ അറ്റൻഡ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും അമ്മ എന്നൊക്കെ വളരെ ആ ഒരു 8 വയസ്സുള്ളൊരു കുട്ടി എന്നോട് ഭയങ്കര ഇമോഷണലായിട്ട് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ എത്രമാത്രം ആ ഒരു പോസിറ്റിവിറ്റി അവനിലേക്കും കയറി, അവനങ്ങനെ എത്രമാത്രം എൻ്റെ മോനെ അത് ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന്. അപ്പം എനിക്കത് ഭയങ്കര മിറാക്കിളായിട്ടും ഭയങ്കര സന്തോഷമായിട്ട് തോന്നി മാം. എനിക്ക് കുറേ കൂടി അവനെ ഭയങ്കര എന്താ പറയുക കാമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ, സ്നേഹത്തോടെ ഹാൻഡിൽ ചെയ്യാൻ, എൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ ഞാൻ ഒരുപാട് മാമിൻ്റെ സെഷൻസ് കഴിഞ്ഞതോടുകൂടി ഞാൻ എല്ലാവരോടും ഞാൻ പെരുമാറുന്ന രീതിയും ഞാൻ കുറേയും കൂടി കാം ആൻഡ് ക്വയറ്റായി, കുറേ കൂടി ഫ്രീ ആയി. എന്താ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് ഇപ്പം എനിക്ക്, ഒരു സമാധാനം. നമ്മളോട് ആരെന്ത് ചെയ്താലും വി ഡോണ്ട് കെയർ, ലൈക്ക് നമ്മളെന്താണോ നമ്മളങ്ങനെ നിൽക്കുക എന്നുള്ള ഒരു ഭയങ്കര ഒരു സമാധാനവും സന്തോഷവും. ഞാൻ എന്നെ തന്നെ ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങി. ആരെന്ത് പറഞ്ഞാലും പറയട്ടെ, വി ഡോണ്ട് ബോദർ. ഞാൻ എന്നെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് ചെയ്യും എന്നൊക്കെയുള്ള ആ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് വേയിലാണ് എന്നെ ഈവൻ അത് ഞാൻ ഹാപ്പി ആയതോടുകൂടി ആ ഹാപ്പിനെസ് എൻ്റെ ഫാമിലിയിലേക്കും ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങി. അതായത് എനിക്ക് എൻ്റെ മോനെയും ഹസ്ബൻഡിനെയും അവരോടൊക്കെയുള്ള എൻ്റെ അപ്രോച്ചും ബിഹേവിയറൊക്കെ വളരെ കുറേ നന്നായി, കുറേ കൂടെ സ്നേഹമുള്ളതായി എന്ന് എനിക്ക് ഫീൽ ചെയ്തു. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു ഫോർ എവറിത്തിങ്.